അസ്സലാമു അലൈക്കും. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളിത് വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ കുറെ കാലത്തിന് ശേഷം നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ആക്ച്വലി മുന്നേ പണിക്കൊന്നും പോവാതെ വീട്ടിലിങ്ങനെ ചില്ലായിരിക്കുന്ന സമയത്ത് ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു വ്ളോഗിങ്ങും വീഡിയോ എടുക്കലും റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാതും. പിന്നെ പക്ഷേ ഇപ്പോൾ പണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ആ ഒരു അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഭാഗമായപ്പോൾ മടിപെട്ട് അങ്ങനെ നിർത്തിവെച്ചതായിരുന്നു സംഭവം. പക്ഷെ ഇപ്പോൾ വീണ്ടും അതൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ വീഡിയോ എടുക്കലും റെക്കോർഡിങ്ങും വീഡിയോസും ഒക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത് അതാണ് ഈ ഒരു ലോങ് ബ്രേക്കിൻ്റെയും ഈ ഒരു കംബാക്കിൻ്റെയും ഒക്കെ റീസൺ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന ഡെസ്റ്റിനേഷൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഉമ്മൽക്കോയിലുള്ള മാംഗ്രൂവ് ബീച്ചിലോട്ടാണ്. നമ്മളിത് മുന്നേ നമ്മൾ വന്നിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് വീഡിയോസും അതൊക്കെ ആ ഒരു റെഫറൻസിൽ നമ്മൾ വന്നിരിക്കുക. ഇവിടെ എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടായി, പിന്നെ ഭയങ്കര കാറ്റുണ്ടായിട്ടാണ്. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് കുറച്ച് വീക്സ് ആയിട്ട് UAE ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നെങ്കിലും എന്നാലും ഒരു അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ആയിരുന്നു. മഴയും ഇടിമിന്നലും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മന്ത് ഈ ഒരു ടൈമിൽ ചൂടിൻ്റെ സമയമാണ്, നല്ല ചൂടത്ത് പീക്കിൽ പോകേണ്ട ഒരു സമയമാണ്. പക്ഷെ എന്നാലും ക്ലൈമറ്റ് നല്ല ഫേവറബിൾ ക്ലൈമറ്റ്. എന്താ അവിടെ ശരി. നമ്മൾ ശരിക്കും ആക്ച്വലി ഈ ഒരു വീക്ക് ഇങ്ങോട്ടല്ല പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ വാദി പോകാമെന്ന്. വാദി എന്ന് പറഞ്ഞാൽ ഇവിടെ UAE മഴയൊക്കെ നല്ല ഹെവി ആയിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളച്ചാട്ടവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് വെള്ളച്ചാട്ടവും. പിന്നെ അങ്ങനെ അവിടെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലെ കുളമൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ അവിടെ പോകാമെന്നാണ് നമ്മൾ ശരിക്കും വിചാരിച്ചത്. അങ്ങനെ വാദി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച ഒരാൾ ഇന്ന് ഓഫീസിൽ പോയി. ആ ആൾ ഇതിലില്ല. ആളാരാന്ന് ഞാൻ കുറച്ച് തന്നെ പറഞ്ഞുതരാം, കുറച്ച് തന്നെ മനസ്സിലാവും ഇതിൽ കാണുമ്പോൾ. അങ്ങനെ വാദി പോകാമെന്നുള്ള ആഗ്രഹവുമായി ഞങ്ങൾ വന്നു മാംഗ്രൂവ് ബീച്ചിൽ. തൽക്കാലം ഉള്ളത് കൊണ്ട് ആഘോഷം എന്നുള്ള പോലെ നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. ഫസ്റ്റ് ഈ ഒരു കർമ്മ കഴിയണം. ഇവിടെ കയാക്കിംഗ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. കയാക്കിംഗ് എല്ലാവർക്കും ഓക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഒരാളെ പേര് ആരെ അതന്നെ സൺടാൻ. ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതെ അതെങ്ങളത് അങ്ങനെ തന്നെയാണ്. പൂക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് ഗർജിക്കുന്ന പൂക്കി. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ശരിക്കും ഇത് നന്നായി ഫോട്ടോ എടുക്കാൻ അറിയുന്ന നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു കഴിഞ്ഞാൽ ബാലി, മാൽഡീവ്സ് ആ ഒരു വൈബ് തരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇവിടുത്തെ വീഡിയോസ് കണ്ടപ്പോൾ കണ്ടിരുന്നു നല്ല മാംഗ്രൂവ്സിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു ചെറിയൊരു ബ്രിഡ്ജ്. നല്ല രസമല്ല, നല്ലൊരു വാക്കിംഗ് ബ്രിഡ്ജൊക്കെ. നമ്മൾ നമ്മുടെ നാടൊക്കെ വിട്ട് പ്രവാസിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടും നമ്മുടെ പ്രകൃതിയും പച്ചപ്പും അതൊക്കെ മിസ് ചെയ്യില്ലേ? അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് നമ്മുടെ നാടിനെ ഇൻസ്പിറേഷൻ ആക്കി അവർ ചെയ്തിട്ടുള്ളൊരു സംഭവം. നല്ല പച്ചപ്പില്ലേ, പച്ചപ്പും ഹരിതാപവും. മാംഗ്രൂവ്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കറുത്ത ഞണ്ടുകളാണ്. അറിയില്ലാതെ ഞാൻ ചുമ്മാ തള്ളുന്നേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ച് കറുത്ത ഞണ്ടായിരുന്നു.
ഇപ്പോൾ കണ്ട ഈ ഫോട്ടോ ഉള്ളത് എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് അതാണ് കണ്ടത്. എന്താ അതാണ് മാംഗ്രൂവ്, കണ്ടൽക്കാട്, കണ്ടൽക്കാട്. ഇതെവിടെ ഉള്ളതാ വെച്ചിട്ടാ നമ്മളെ ചക്കം കണ്ടം, നമ്മളവിടെ ഉള്ളതാണ് ചക്കം കണ്ടം. ഞങ്ങളുടെ നാട്ടിലുള്ളതാണ് കൈസ്. ഇവരിവിടെ ഭംഗിക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. നാട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മളിത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നീങ്ങാണ്. ഇനി ഇച്ചിരി ഒന്ന് നടന്നു കഴിഞ്ഞാൽ വേറെ ഒരു സ്പോട്ടുണ്ട്, അവിടെ എത്തണം. എന്താ ഇതാണ് നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലോങ് വാക്കിംഗ് ബ്രിഡ്ജ് പോലെയാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ആണ്. നമ്മൾ പിന്നെ ഒട്ടും മടിയില്ലാത്ത ആൾക്കാരായതുകൊണ്ടും നടക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവരായതുകൊണ്ടും 4 പടി കയറിയിട്ട് നമ്മൾ പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനെ നിന്ന് നല്ല ഭംഗിയിൽ, എന്നിട്ട് അവിടെ നമുക്ക് കാണാവുന്ന പ്രകൃതി സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ച് സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഒരു ലോങ് ബ്രേക്ക് എടുത്തതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് ഞാൻ പറയാം. അതായത് എൻ്റെ അടുത്ത് വീട്ടിലായാലും അവരൊക്കെ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് യൂട്യൂബ് നിർത്തി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സമയമില്ല എന്നുള്ളതാണ്. എനിക്കറിയാം സമയമില്ല എന്ന് പറയുന്നത് ഒരു വാലിഡ് റീസൺ അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ മുന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്ഷറി ലൈഫായിരുന്നു. അതായത് ശരിക്കൊക്കെ ജോലിക്ക് കഴിച്ച് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്. കുറേ മടി പിടിച്ചിരിക്കാനും പിന്നെ മടി പിടിച്ചിരുന്ന് ബോറടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒഴിവ് വേളകളിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ അതിൽ നിന്ന് ജോലിക്ക് കയറിയ പിന്നെയാണ് ഞാൻ ആ ഒരു സിസ്റ്റമാറ്റിക് ആ ഒരു റുട്ടീൻ ലൈഫിലോട്ട് വരാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടിയത്. അതും നല്ല മടിയുള്ള ആൾക്കാരായതുകൊണ്ട് അതൊന്ന് ഓവർകം ചെയ്ത് നമ്മൾ ആ ഒരു റുട്ടീനിലേക്ക് എത്താലെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല എന്നും പറഞ്ഞിട്ട് അതൊന്നും മാറ്റി വെക്കരുത്. അതൊക്കെ സമയം ഉണ്ടാവും. സമയം കണ്ടെത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം, നമുക്ക് വരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്തത് നമുക്കൊരു ഭയങ്കര സന്തോഷം തരും. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്നെ പോലെ മടി പിടിച്ചിരിക്കാതെ എനിക്ക് പോയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, ഹോബീസ് എന്തായിരുന്നോ അതൊക്കെ ഒരിക്കൽ ഇഷ്ടപ്പെട്ട് ചെയ്തെടുത്ത് നിർത്തി വെച്ചിരുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ പൊടി തട്ടിയെടുത്ത് അതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ബി ഹാപ്പി, ബി പ്രൊഡക്റ്റീവ്. അങ്ങനെ കുട്ടികളെ നമ്മളുടെ ഒക്കെ ചാർജൊക്കെ തീർന്നു തുടങ്ങി. പിന്നെ അത് മാത്രമല്ല ഉപ്പാനെ നമ്മൾ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേനും ഉപ്പാനെ ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഉപ്പാനെ നമ്മളിങ്ങനെ പ്രീ ബുക്ക് ചെയ്യണം. ഈസി ആയിട്ടൊന്നും അത്ര അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്ര പറഞ്ഞിട്ടാണ് ഉപ്പാനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്കും നമുക്കും വിശപ്പിൻ്റെ വിളി വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു കുന്നും പ്രദേശത്തുനിന്ന് വണ്ടി വിടണം. അങ്ങനെ ഇത്ര നേരം വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.